ഓക്കെ, നമ്മുടെ അനാബോളിക് ബേസ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് ഒന്ന് പറഞ്ഞ് രണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ജനറ്റിക്സ് എന്നുള്ളത്. എന്റെ അറിവിൽ ജനറ്റിക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ബോഡി ബിൽഡർക്ക് ഹൈറ്റും ഷോൾഡർ വിഡ്ത്തും മാത്രമാണ് ജനറ്റിക് വഴി കിട്ടുന്നത്. ബാക്കി എല്ലാ മസിൽ ഗ്രൂപ്പും നമുക്ക് അനാബോളിക്സ് വഴി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഫിസിക്കൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ളത് എന്റെ ഷോൾഡർ മസിൽ ഗ്രൂപ്പാണ്. ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ WWE എന്ന് പറയുന്ന റെസ്ലിംഗ് പ്രോഗ്രാം കണ്ടു വളർന്ന ആളാണ്. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള റെസ്ലേഴ്സിലെ ഏറ്റവും കൂടുതൽ എന്നെ അഡ്മയർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ബർഗും അതുപോലെ തന്നെ ഡേവ് ബാറ്റിസ്റ്റയും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ ഒരു ഷോൾഡർ എൻ്റെ ഒരു ഡ്രീം ഫിസിക്കിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ചെയ്യുന്നത് സ്മിത്ത് ബേസ് ആയിട്ടുള്ള ഷോൾഡർ പ്രസ് ആണ്. ഒരു 4 സെറ്റോളം എന്നോട് കേപ്പബിൾ ആകുന്ന വെയിറ്റും സപ്പോർട്ടും വെച്ച് ഞാൻ ചെയ്തു. അതിനുശേഷം എൻ്റെ സെക്കൻഡ് ഷോൾഡർ വർക്കൗട്ട് നമ്മുടെ ഡെൽറ്റോഡ് ഫ്ലൈറ്റ് മെഷീനിലെ സൈഡ് റൈസസ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഡംബിൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റേഞ്ച് ഓഫ് മൂവ്മെന്റ് നമുക്ക് ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഡെൽറ്റോസിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഈ മെഷീൻ ഒരു മസ്റ്റ് ഹാവ് മെഷീനായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തേർഡ് വർക്കൗട്ടായിട്ട് ചെയ്തത് കേബിൾ ബേസിലുള്ള ലോ ടു ഹൈ കേബിൾ ഫ്രണ്ട് റേസസ് ആണ്. അതും നല്ല ഇന്റൻസിറ്റിയിൽ 4 സെറ്റോളം ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം എന്നെ സംബന്ധിച്ചോളം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് അപ്രൈറ്റ് റോ. സത്യം പറഞ്ഞാൽ ചെറിയ ഇഞ്ചുറി റിസ്ക് സോണൊക്കെ ഉണ്ടെങ്കിൽ പോലും നന്നായിട്ട് ചെയ്താൽ നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ട്രാപ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അതും 4 സെറ്റ് വളരെ സ്മൂത്ത് ആൻഡ് റിജിഡായിട്ട് ചെയ്യാൻ സാധിച്ചു. സത്യം പറഞ്ഞാൽ ഈ അപ്രൈറ്റ് റോ ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് നല്ലൊരു ഒരു പമ്പിങ്, നല്ലൊരു സൂപ്പർ ഹീറോ പമ്പിങ് നമുക്ക് ഷോൾഡറിന് കിട്ടും. നമുക്ക് അത് ഡ്രസ്സിങ്ങിൽ തന്നെ നല്ല എവിഡന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ റോപ്പ് ബേസ് ആയിട്ടുള്ള ഫേസ് പുള്ള് ചെയ്തു. അതിനുശേഷം ലാസ്റ്റായിട്ട് എല്ലാവരെ പോലെ തന്നെ ഷ്രക്സ് ചെയ്താണ് ഞാൻ എൻ്റെ വർക്കൗട്ട് ക്ലോസ് ചെയ്യുന്നത്. ഷ്രക്സ് ഒരു എവർഗ്രീൻ ക്ലാസിക് വർക്കൗട്ടാണ്. നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പമ്പിങ് ഇപ്പം തന്നെ നമുക്ക് ഷോൾഡറിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ അൾട്ടിമേറ്റ് പോസിംഗ് സെക്ഷൻ. യെസ്, നല്ലൊരു പമ്പിങ്ങും വെച്ച് നമ്മുടെ എല്ലാ ഫേവറേറ്റ് പോസസും നമ്മൾ ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ ഷോൾഡറിന് ശേഷം കിട്ടുന്ന ഒരു വാസ്കുലാരിറ്റി, പ്രത്യേകിച്ചും മോസ്റ്റ് മസ്കുലർ ചെയ്യുമ്പം കിട്ടുന്ന ഒരു വാസ്കുലാരിറ്റി, അത് ഒരു ഹെവൻ ഫീൽ തന്നെയാണ്. നമുക്ക് എത്ര വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന മസിൽ ഗ്രൂപ്പിൽ നിന്ന് നല്ല രീതിയിൽ ഒരു വാസ്കുലാരിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബീസ്റ്റ് ഫീലാണ്.